നമസ്കാരം. ഡിവൈൻ അസ്ട്രോ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ എല്ലാ വീടുകളിൽ ഒരു കുഞ്ഞു പ്രാർത്ഥനാ മുറിയോ അല്ലെങ്കിൽ ഒരു പൂജാമുറിയോ കാണും അല്ലേ? പക്ഷേ നമ്മളിൽ പലരും ഒരു കുറ്റബോധത്തിൽ ജീവിക്കുന്നുണ്ടാവും. ദിവസവും വിളക്ക് വെക്കാൻ പറ്റിയില്ലല്ലോ, പൂജ ചെയ്യാൻ സമയം കിട്ടിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കാറില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഈ പ്രാർത്ഥനാ മുറികളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, എന്തിനാണ് നമ്മുടെ പൂർവികർ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് എന്നാണ്. ഈ ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതെല്ലാം വിശദമായി ചർച്ച ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഈ തിരക്കിനിടയിലും എങ്ങനെ ഈ ആത്മീയമായ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം എന്ന് നോക്കാം. നമ്മൾ സാധാരണയായി അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോകുന്നത് എന്തിനാണ്? വെറും പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണോ? അതോ അവിടെയുള്ള ബിംബങ്ങളെ തൊഴുതു പ്രസാദം വാങ്ങാൻ മാത്രമാണോ? അല്ലേ അല്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മൾ ഒരു അമ്പലത്തിന്റെ പടിക്കെട്ടുകൾ കയറുമ്പോൾ, ആ നടയിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക തരം ശാന്തത നമ്മളിലേക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് എനർജി. നമ്മൾ ഈ ആരാധനാലയങ്ങളിൽ പോകുന്നത് അവിടുത്തെ എനർജിയെ നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആവാഹിക്കാനാണ്, അതിനെ ഉൾക്കൊള്ളാനാണ്. ഒരുപാട് കാലത്തെ പ്രാർത്ഥനകളുടെയും മന്ത്രങ്ങളുടെയും ധ്യാനങ്ങളുടെയും ഒരു പോസിറ്റീവ് എനർജി ഓരോ ആരാധനാലയത്തിലും നിറഞ്ഞു നിൽപ്പുണ്ട്. ആ ഒരു എനർജിയെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അല്ലാതെ വെറും പൂജകൾ ചെയ്യുക എന്നതിനപ്പുറം ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഒരു സ്പിരിച്വൽ പ്ലേസ് സന്ദർശിക്കുമ്പോൾ അവിടെയുള്ള ആ വൈബ്രേഷൻ കാരണം നിങ്ങളുടെ മനസ്സ് പതിയെ കാം ഡൗൺ ആകും. നമ്മുടെ ഉള്ളിലുള്ള ടെൻഷനും ആൻസൈറ്റിയും നെഗറ്റീവ് എനർജിയും ഒക്കെ പതിയെ ഇല്ലാതാകും. ഒരു തരം മൈൻഡ് റിഫ്രഷ്മെന്റ് ആണ് അവിടെ നമുക്ക് ചെല്ലുമ്പോൾ ലഭിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് എന്തിനാണ്? ഗണപതി ഭഗവാനെ നമ്മൾ സാധാരണയായി തടസ്സങ്ങളെ നീക്കുന്ന ദേവനായിട്ടാണ് കാണുന്നത് അല്ലേ? ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഗണപതി ഹോമം നടത്താറുണ്ട്, അല്ലെങ്കിൽ ഗണപതിയെ പ്രാർത്ഥിക്കാറുണ്ട്. എന്തിനാണിത്? നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ മാറ്റാനും കാര്യങ്ങൾ സുഗമമായി മുന്നോട്ടു പോകാനും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകാനും വേണ്ടിയാണിത്. വെറുതെ ഒരു വിഗ്രഹം വെച്ച് പൂജിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. ആ തടസ്സങ്ങൾ മാറ്റാനുള്ള ഊർജത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ലക്ഷ്മി ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വെൽത്തും പ്രോസ്പെരിറ്റിയും, അതായത് ഐശ്വര്യവും സമ്പത്തും ലഭിക്കാനാണ്. പക്ഷേ സമ്പത്ത് എന്ന് പറയുന്നത് വെറും പണം മാത്രമല്ല കേട്ടോ. ഒരു സന്തോഷമുള്ള കുടുംബം, നല്ല ആരോഗ്യം, മനസ്സിന്റെ സമാധാനം, ഇതൊക്കെ യഥാർത്ഥ സമ്പത്താണ്. അതുപോലെ തന്നെ സരസ്വതി ദേവിയെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധി, വിജ്ഞാനം, ക്ലാരിറ്റി അതാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ശിവഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? ശിവഭഗവാൻ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തത നൽകുന്നു, സൂക്ഷ്മത നൽകുന്നു, നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്തുന്നു. നമ്മുടെ കോർ സ്ട്രെങ്ത് എന്ന് പറയില്ലേ, ആന്തരികമായ ശക്തി, അതിനെ ഉണർത്താൻ ശിവഭഗവാന്റെ ഊർജത്തിന് സാധിക്കും. അപ്പോൾ ഈ ഓരോ ദേവതാ സങ്കല്പങ്ങൾക്കും അതിൻ്റെതായ ഊർജവും പ്രാധാന്യവുമുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ആരുടെ കൂടെയാണോ ജീവിക്കുന്നത് അവരെ പോലെ ആയിത്തീരുമെന്നത്. നമ്മൾ മാതാപിതാക്കളോടൊപ്പം ജീവിക്കുമ്പോൾ, അവരുമായി ഇടപഴകുമ്പോൾ, അവരോടൊപ്പം വളരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവരെ പോലെ ആയി മാറും. അവരുടെ ചിന്താഗതികളും സ്വഭാവങ്ങളും ശീലങ്ങളും നമ്മളിലേക്ക് പകർന്നു കിട്ടും അല്ലേ? അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആരാധനാലയങ്ങളും. അവിടെയുള്ള എനർജിയെയും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. ദേവതാ ആരാധന എന്നൊക്കെ പറയുന്നത് ഒരുപാട് ആഴമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ആദ്യം എന്തെങ്കിലും കൊടുക്കുക, എന്നിട്ട് തിരികെ സ്വീകരിക്കുക എന്നൊരു രീതിയുണ്ട്. ഇതിനൊരു തരം സ്നേഹത്തിന്റെ ടോക്കൺ പോലെയാണ്. നമ്മൾ പൂക്കളോ പഴങ്ങളോ മറ്റോ അർപ്പിക്കുമ്പോൾ അത് വെറും ഒരു ആചാരം മാത്രമല്ല, നമ്മൾ നമ്മുടെ സ്നേഹം, നമ്മുടെ ഭക്തി ആ ഡിവൈൻ എനർജിയോട് പ്രകടിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ മെറ്റീരിയലിസ്റ്റിക് നേട്ടങ്ങൾ മാത്രമല്ല ഇവിടെ പ്രധാനം. നിങ്ങൾ എങ്ങനെ നിങ്ങളെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നതാണ് ഇവിടെ പ്രധാനം. അത് നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് വരേണ്ടത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും പൂജ ചെയ്യാനോ അമ്പലത്തിൽ പോകാനോ സമയം കിട്ടുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട.
കുറഞ്ഞ പക്ഷം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലെ ദൈവവിഗ്രഹത്തിൻ്റെയോ ചിത്രത്തിൻ്റെയോ കണ്ണുകളിലേക്ക് നോക്കുക. എന്നിട്ട് ഒരു നിമിഷം അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഞാൻ അങ്ങയുടെ ഊർജം ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിൽ പറയുക. അവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അങ്ങനെയാകുമ്പോൾ ആ പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. ചില ആളുകൾക്ക് പൂക്കൾ പറിച്ച് ദേവിയുടെ മുന്നിൽ വെക്കുന്നതിൽ വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ അവരുടെ മനസ്സ് അതിനെ അനുവദിക്കത്തില്ല. അതായത് പൂക്കൾ പറിക്കാൻ പാടില്ല എന്ന് മനസ്സ് പറയും. അങ്ങനെയുള്ളവർക്ക് പോലും ഈ ആത്മീയതയെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ? ഞാനൊരു കാര്യം നിർദ്ദേശിക്കാം. നിങ്ങൾക്ക് നല്ലൊരു കർമ്മം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയുന്ന ഒരു വഴിയാണിത്. നിങ്ങൾ ഒരു പൂവോ അല്ലെങ്കിൽ പഴമോ വാങ്ങുമ്പോൾ ആദ്യം അത് നിങ്ങളുടെ വീട്ടിലെ ദേവന് അല്ലെങ്കിൽ ദേവിക്ക് സമർപ്പിക്കുക. അതായത് മനസ്സുകൊണ്ട് സമർപ്പിക്കുക. എന്നിട്ടത് ആവശ്യമുള്ള ആർക്കെങ്കിലും, ഒരു പാവപ്പെട്ട കുട്ടിക്കോ ഒരു വയസ്സായവർക്കോ അല്ലെങ്കിൽ വിശക്കുന്ന ഒരാൾക്കോ നൽകുക. ഇത് വളരെ ലളിതമായൊരു പ്രവൃത്തിയാണ്. പക്ഷേ ഇതിലൂടെ നിങ്ങൾ ഒരു വലിയ കർമ്മമാണ് ചെയ്യുന്നത്. ആദ്യം ദൈവത്തിന് മനസ്സുകൊണ്ട് സമർപ്പിക്കുമ്പോൾ ആ ഊർജം ശുദ്ധീകരിക്കപ്പെടുന്നു. എന്നിട്ട് അത് മറ്റൊരാൾക്ക് നൽകുമ്പോൾ അതിൻ്റെ ഗുണം ഇരട്ടിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രായോഗികമായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്ന എന്ത് കാര്യമാണോ ചെയ്യുന്നത് അത് വളരെ നല്ലതാണ്. ഒരുപാട് ആചാരങ്ങളോ വലിയ പൂജകളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഏറ്റവും എളുപ്പവും എന്നാൽ ഏറ്റവും ഫലപ്രദവുമായ ഒരു വഴിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ ദിവസവും നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിലെ ദൈവവിഗ്രഹത്തിൻ്റെയോ ചിത്രത്തിൻ്റെയോ കണ്ണുകളിലേക്ക് കുറച്ചു നേരം നോക്കുക. എന്നിട്ട് മനസ്സുകൊണ്ട് പറയുക, ഞാൻ അങ്ങയുടെ ഊർജം ഉൾക്കൊള്ളുന്നു. ഞാൻ അങ്ങയെ ഉൾക്കൊള്ളുന്നു. അങ്ങയുടെ നന്മകളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ആവാഹിക്കുന്നു എന്ന് ഒരു നിമിഷം ആ കണ്ണുകളിലേക്ക് ഫോക്കസ് ചെയ്ത് പറയുക. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാതെ വേറെ എവിടെയെങ്കിലും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ അറ്റൻഷൻ കൊടുത്ത് കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ് ഒരു യഥാർത്ഥ കണക്ഷൻ ഉണ്ടാകുന്നത്, അല്ലേ? അതുപോലെ തന്നെയാണ് ഈ സ്പിരിച്വൽ എനർജിയുമായിട്ടുള്ള ബന്ധവും. നിങ്ങൾ ആ ദേവതയുടെ കണ്ണുകളിലേക്ക് നോക്കി മനസ്സിൽ കണക്ട് ചെയ്യുമ്പോൾ ആ ഡിവൈൻ എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവഹിക്കും. അത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകും. ഒരുതരം സ്പിരിച്വൽ അവേക്കനിങ് നൽകും. നമ്മൾ ചുറ്റും കാണുന്ന എല്ലാ ദേവീ ദേവന്മാർക്കും ഒരുതരം പോസിറ്റീവ് എനർജി ഉണ്ട്. അത് നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ ഈ ലളിതമായ വഴി സഹായിക്കും. വെറുതെ ഒന്ന് നോക്കുക, മനസ്സിൽ കണക്ട് ചെയ്യുക. അതാണ് ഏറ്റവും മികച്ച എളുപ്പമായ വഴി. നിങ്ങളുടെ തിരക്കിട്ട ജീവിതത്തിൽ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു സമാധാനം വേണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു ലളിതമായ കാര്യം ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉറപ്പാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.